അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാക്കേജിങ്ങിനെ പറ്റിയിട്ടാണ്. പാക്കേജിങ് എന്നാൽ ഡിസൈനിങ് ദ കണ്ടെയ്നർ ഓഫ് എ ഒരു പ്രൊഡക്റ്റിൻ്റെ കണ്ടെയ്നർ ഡിസൈൻ ചെയ്യാണ്. പാക്കേജിങ് കൊണ്ടുള്ള ഉദ്ദേശം ആ പ്രൊഡക്റ്റിനെ അട്രാക്റ്റീവ് ആക്കുക, പ്രൊഡക്റ്റിനെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു പാക്കേജിങ് കൊണ്ടുള്ള ഉദ്ദേശം. അതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളിവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പാക്കേജിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കാർഗോ, ഷിപ്മെൻറ്റ്, അതുപോലെ ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ വളരെ ഹാർഡായതുകൊണ്ട് തന്നെ അതിൻ്റെ പാക്കേജിങ് വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിന് വേണ്ട രൂപത്തിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടില്ല. അപ്പോൾ ഒരു പാക്കേജിങ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമ്പർ 1, പ്രൊട്ടക്ഷൻ. നമ്മളെ പ്രൊഡക്റ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പാക്കേജാണ്. നമുക്കറിയാം, നമ്മൾ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ സാധനം വാങ്ങുമ്പോൾ നല്ല പാക്കേജ് അല്ലെങ്കിൽ അതിന് വേണ്ട രൂപത്തിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടില്ല. പ്രിസർവേഷൻ. പാക്കേജിങ് ഒരു വസ്തുവിൻ്റെ ക്വാളിറ്റി കുറേ കാലത്തിന് പിടിച്ചു നിർത്തും. അതായത് ഉള്ളിലേക്ക് സൺലൈറ്റ് തട്ടാതെ അല്ലെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം തട്ടാതെ ആ രൂപത്തിലൊക്കെ അതിനെ കുറേ കാലത്തേക്ക് പിടിച്ചു നിർത്തും. അതുപോലെ പാക്കേജ് നമുക്കൊരു പ്രൊമോഷനാണ്, ഒരു പ്രൊമോഷണൽ ടൂളാണ്. ഒരു അട്രാക്റ്റീവ് പാക്കേജ്, നല്ല ഡിസൈൻ ചെയ്ത പാക്കേജ്, അട്രാക്റ്റീവായ പാക്കേജ് കസ്റ്റമേഴ്സ് നമ്മളെ പ്രൊഡക്റ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പാക്കേജിങ് ഡിസിഷൻ. നമ്മുടെ പാക്കേജിങ് തീരുമാനത്തിന് ഏത് തരത്തിലുള്ള പാക്കേജ് വേണം എന്ന് തീരുമാനിക്കുമ്പോൾ ആ ഡിസിഷനെ ബാധിക്കുന്ന ഘടകങ്ങൾ. ഒന്ന്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്. നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഫിസിക്കലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിന് അനുസരിച്ചുള്ള പാക്കേജിങ് ആയിരിക്കണം. അതായത് അതിൻ്റെ സൈസ്, വെയിറ്റ്, ഹൈറ്റ്. വലിയ വെയിറ്റുള്ളൊരു സംഗതി ജസ്റ്റ് ചെറിയൊരു പേപ്പറിലൊന്നും പൊതിഞ്ഞെടുത്തിട്ട് കാര്യമില്ല. അത് ചിലപ്പോൾ അതിനുള്ള ചിലപ്പോൾ നല്ല ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ നല്ല ബോക്സുകൾ വേണ്ടി വരും. അതുപോലെ തന്നെ അതിൻ്റെ കളറ്. ഇപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ, ഒരു മിനറൽ വാട്ടറിൻ്റെ പാക്കിങ്ങിൻ്റെ പുറത്തുള്ള അതിൻ്റെ ഒരു പാക്കിങ് അത് ഒരു ബ്ലൂ കളറിലൊക്കെയാണ് വേണ്ടത്. ഒരു റെഡ് കളറിലൊക്കെ മിനറൽ വാട്ടർ സപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ആളുകൾക്ക് ഒരുപാടൊരു ബാഡ് ഫീലിംഗ് ഉണ്ടാവുക. നെക്സ്റ്റ്, കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്. നമ്മളെ പാക്കേജിൻ്റെ ചില കെമിക്കലുകൾ, ചില ഫുഡൊക്കെ ആകുമ്പോൾ നമ്മൾ അലൂമിനിയം ഫോയിലിൽ പാക്ക് ചെയ്ത് കൊടുക്കണം. അല്ല, ചിലത് ലൈറ്റ് ഉള്ളിൽ കിടക്കരുത്, ചിലത് ഹീറ്റ് പറ്റരുത്, ചില തീ ഉള്ളിലേക്ക് പറ്റരുത്. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് കെമിക്കലായ ചില ക്യാരക്ടറിസ്റ്റിക്കുകളും നമ്മളെ പാക്കേജിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, പ്രധാനമായിട്ട് നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, പാക്കേജ് ചെയ്യുമ്പോൾ അലൂമിനിയം ഫോയിലിൽ പാക്കേജ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒരു പത്രത്തിൻ്റെ കടലാസിൽ പാക്കേജ് ചെയ്യുന്ന പിന്നെ ആ ഹോട്ടലിൽ നിന്ന് ആരും വാങ്ങില്ല. അതുപോലെ തന്നെ നമ്മൾ പാക്കേജിങ് എക്കണോമിക്കലാവണം. അതിനൊരുപാട് കോസ്റ്റ് ഈ പാക്കിങ്ങിന് വേണ്ടിയിട്ട് ചിലവഴിക്കരുത്. അതുപോലെ കൺവീനിയൻസ്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ അവർക്ക് സ്റ്റോർ ചെയ്യാനും സാധനം ഹാൻഡിൽ ചെയ്യാനും സിമ്പിളായിരിക്കണം. അല്ലെങ്കിൽ നമ്മളെ പാക്കേജ് അതിന് സിമ്പിൾ, അല്ലെങ്കിൽ അവരൊരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് മാറ്റുമ്പോഴേക്ക് പൊട്ടുന്ന തരത്തിലാവരുത്. നിങ്ങൾ ലൈസിൻ്റെ പാക്കേജ് കണ്ടില്ലേ, ഭയങ്കര കട്ടിയും പെട്ടെന്ന് പൊട്ടി പോകാത്തതും ഉള്ളിലേക്ക് എയർ കിടക്കുന്നതും, അതേപോലെ തന്നെ ആളുകൾക്ക് തൂക്കിയിടാൻ പറ്റിയ രൂപത്തിലാണല്ലോ. കടയുടെ ഷോപ്പിൻ്റെ മുമ്പിലൊക്കെ അവർക്ക് സിമ്പിളായിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണുള്ളത്. ഇതൊക്കെ ഒരു പാക്കേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എക്സ്പോർട്ട് പാക്കിങ്ങിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ വിദേശത്തേക്ക് കയറ്റി അയക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് സ്വാഭാവികമായിട്ട് നമ്മൾ പാക്ക് ചെയ്യും. ആ പാക്കിങ്ങിൻ്റെ റിക്വയർമെൻറ്റ്സ്, ആവശ്യകതകൾ എന്തൊക്കെയാണ്? അതായത് നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് ഇവിടുന്ന് കയറ്റി അയക്കുമ്പോൾ അതിനുണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നർത്ഥം. ട്രാൻസ്പോർട്ടേഷനും ഹാൻഡിലിങ്ങിലും പറ്റിയ രൂപത്തിലാവണം. അതായത് നമ്മളിവിടുന്ന് ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ കണ്ടെയ്നർ ഷിപ്പിലാക്കിയിട്ടോ എങ്ങനെ കൊണ്ടുവന്നതോ ആ ട്രാൻസ്പോർട്ടേഷന് പറ്റിയ രൂപത്തിലായിരിക്കണം. അതുപോലെ ഈസി ടു ഹാൻഡിൽ ആവണം. അതുപോലെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് സിമ്പിളായിട്ട് എക്സാമിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അവർക്ക് തുറക്കണമെങ്കിൽ സിമ്പിളായിട്ട് തുറക്കാൻ അടക്കാൻ പറ്റുന്നതായിരിക്കണം. അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്നതാണെങ്കിൽ അതിന് പറ്റുന്നതായിരിക്കണം. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പ്രോഡക്റ്റ്. അതുപോലെ കൃത്യമായി മാർക്ക് ചെയ്യണം എന്താണിത് ഉള്ളത്. അതുപോലെ ആ പാക്കേജ് ഡിസ്പോസ് ചെയ്യാനും സിമ്പിളായിരിക്കണം. അപ്പോൾ മണ്ണിൽ ലയിക്കുന്നതോ എങ്ങനെ വേണ്ട രൂപത്തിലാവണം. അതുപോലെ ബയേഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ബയേഴ്സ് എങ്ങനെയാണ് വേണമെന്ന് പറയുന്നത് അതിനനുസരിച്ചാണ്. അതുപോലെ തെഫ്റ്റ്, ലീക്കേജ്, സ്പോയിലേജ്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന രൂപത്തിലാവണം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള, ഇനി നമുക്കും കുറേ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ഇതിലേക്ക് ചെയ്യുന്നതാണ്. അത് ലാസ്റ്റ് വൺ, ലാബലിംഗ്. എന്താണ് ലാബലിംഗ് എന്ന് പറഞ്ഞാൽ? ലാബലിംഗ് എന്ന് പറഞ്ഞാൽ പുട്ടിങ് എ സ്മോൾ ലാബൽ ഇൻഡിക്കേറ്റ് ദ പ്രൈസ്, വെയിറ്റ് ആൻഡ് സൈസ്. അതായത് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ മേലെ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, വെയിറ്റ്, സൈസ് ഇതെല്ലാം എഴുതി കാണിച്ചിട്ടുണ്ടാകുന്ന ചെറിയൊരു ലേബൽ ഉണ്ടാവുമല്ലോ, ചെറിയൊരു പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ, അതിനാണ് ലേബലിംഗ് എന്ന് പറയുക. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ മേലെ ഏതൊരാളിപ്പോൾ പഴയ കാലം പോലല്ല, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് കിട്ടിയാൽ അതിൻ്റെ ലേബലാണ് ആദ്യം ചെക്ക് ചെയ്യുക. അതിൻ്റെ സൈസ്, പ്രൈസ്, വെയിറ്റ്, അതിൻ്റെ അതെന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്,
അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അപ്പോൾ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഫുള്ള് ഏകദേശം ഒരു ഇൻഫർമേഷനും കിട്ടാൻ പറ്റുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ് ശരിക്കും ലേബലിംഗ്. അതൊരു പാക്കേജിങ്ങിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. കാരണം ലേബലിംഗ് അടങ്ങിയതാണ് ശരിക്കും ഒരു പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ. ലേബലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രാധാന്യങ്ങൾ. ഒന്ന്, കസ്റ്റമേഴ്സിന് ഡീറ്റെയിൽ ഇൻഫർമേഷൻ നൽകുന്നു നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള. അതുപോലെ തന്നെ ലേബൽ കാരണത്താൽ ഒരു പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇത് ആരെ പ്രൊഡക്റ്റാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്റ്റിനെ ഡിഫറെൻറ്റ് കാറ്റഗറി ആക്കി മാറ്റിത്തിരിക്കാൻ പറ്റും. ലേബലിംഗ് കണ്ടാൽ ഓരോന്നിൻ്റെ വെയ്റ്റും സൈസൊക്കെ കണ്ടാൽ അനുസരിച്ച് വേറെ കാറ്റഗറി ആക്കി മാറ്റിത്തിരിക്കാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ഒരു ലേബലിങ്ങിലൂടെ ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കി സെയിൽസ് വർദ്ധിപ്പിക്കാൻ പറ്റും. കാരണം ആ ലേബലിങ്ങിൽ നമ്മളെ ക്വാളിറ്റിയും പിന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ കൊടുത്തിട്ട് ആളുകളിൽ നമ്മളെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഇമേജ് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ നിയമപരമായിട്ട് ആവശ്യമുള്ള ഇൻഫർമേഷനും ലേബലിലൂടെ കൊടുക്കാൻ കഴിയും. സിഗരറ്റിന് മേലെ ഇഞ്ചൂറിയസ് ഹെൽത്ത് എന്ന് കൊടുക്കുമ്പോൾ നിയമപരമായിട്ട് ആവശ്യമുള്ള അല്ലെങ്കിൽ അതല്ലാത്തതുമായ മറ്റു ചില ഇൻഫർമേഷൻ നമുക്ക് അവരിലേക്ക് കൊടുക്കാൻ കഴിയും. ചിലപ്പോൾ ക്രഷ് ദ ബോട്ടിൽ ആഫ്റ്റർ യൂസ് എന്നൊക്കെ വാട്ടർ ബോട്ടിലിൻ്റെ മേലെ കാണാറുണ്ടല്ലോ, ഇതുപോലത്തത്. ആൻഡ് നെക്സ്റ്റ്, വാറണ്ടിയും ആൻഡ് ഇൻ്റർനാഷണൽ വാറണ്ടി, ഇൻ്റർനാഷണൽ ഗ്യാരണ്ടിയും തമ്മിലുള്ള വ്യത്യാസം. വാറണ്ടി എന്നാണ് നമുക്കറിയാം, ഒരു വസ്തു കേട് വന്നാൽ ഞങ്ങൾ നന്നാക്കി തരാം, 2 വർഷത്തെ വാറണ്ടി ഉണ്ട്, 3 വർഷത്തെ വാറണ്ടി ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു നിയമപരമായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ശരിക്കും പ്രോമിസാണ്. എന്നാൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് ശരിക്ക് നമുക്ക് അവർ തരുന്നൊരു വാഗ്ദാനമാണ്. ജസ്റ്റ് പലപ്പോഴും അത് ഓറലായിട്ടേ ഉണ്ടാവുള്ളൂ. എൻ്റെ പ്രൊഡക്റ്റ് വളരെ ഗുഡ് പ്രൊഡക്റ്റ്, നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും, നിങ്ങൾക്കൊരു പ്രശ്നം അതുകൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു വന്നേക്കൂ എന്നൊക്കെ പല അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ കാണാറുണ്ടല്ലോ. ആ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പലപ്പോഴും വേർഡ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അഡ്വർടൈസ്മെൻറ്റിലാണ് അത് കാണാം. ഗ്യാരണ്ടിയാണ് അങ്ങനെയല്ല, വാറണ്ടി എന്ന് പറഞ്ഞാൽ അത് റിട്ടേൺ ആയിട്ട് തന്നെ ഉണ്ടാക്കും. നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അവർ നമുക്കൊരു പ്രോമിസാണ്, ഒരു അഷ്വറൻസാണ്. അപ്പോൾ ഞങ്ങളെ പ്രൊഡക്റ്റ് വാങ്ങിയാൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകൂല, പരാജയപ്പെടില്ല, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടാകുന്ന അവർ തരുന്ന ചില വാഗ്ദാനങ്ങൾ മാത്രമാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ വാറണ്ടി റിട്ടേൺ ഫോർമാറ്റിലാകും, പക്ഷേ ഗ്യാരണ്ടി പലപ്പോഴും ഓറലാണ് ഉണ്ടാവുക, സ്പോക്കൺ വേർഡ്സിലുണ്ടാവുക, പല അഡ്വർടൈസ്മെൻറ്റിലാണ് കാര്യമായിട്ട് ഉണ്ടാവുക. പിന്നെ നമ്മൾ വാങ്ങുന്ന സമയത്ത് സെയിൽസ്മാൻ പറയും ഇത് കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾക്കൊരു പ്രശ്നം പറ്റില്ല എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ, അതാണ് ഗ്യാരണ്ടി. വാറണ്ടി പ്രൊഡക്റ്റിന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്യാരണ്ടി പ്രൊഡക്റ്റിനും സർവീസിനും എല്ലാത്തിനും നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വാറണ്ടിക്ക് ചിലപ്പോൾ എക്സ്ട്രാ കോസ്റ്റൊക്കെ കൊടുക്കേണ്ടി വരും. നമ്മളൊരു എക്സ്ട്രാ കോസ്റ്റ് എടുത്ത് ഒരു കൊല്ലം കൂടി കൂടുതൽ വാറണ്ടി കിട്ടും എന്നൊക്കെ പറയുമല്ലോ. എന്നാൽ ഗ്യാരണ്ടിക്ക് അവന് എക്സ്ട്രാ കോസ്റ്റ് ഒന്നും കൊടുക്കണ്ട, അത് അവർ നാവുകൊണ്ട് പറയുന്നൊരു കാര്യമല്ലേ ഉള്ളൂ, അതിന് എക്സ്ട്രാ കോസ്റ്റ് ഒന്നും കൊടുക്കണ്ട. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വാറണ്ടി ഫോർമലാണ്, ഗ്യാരണ്ടി ലെസ് ഫോർമലാണ്. പറ്റ ഇൻഫോർമൽ എന്ന് പറയേണ്ട എന്നാലും, കാരണം ഇപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്റ്റിന് 20 കിലോമീറ്റർ മൈലേജ് കിട്ടും എന്ന് പറയും. ഒരു കാറ്, ഇപ്പോൾ മാരുതി പുതിയൊരു കാർ ഇറക്കുമ്പോൾ 33 കിലോമീറ്റർ മൈലേജിൻ്റെ പുതിയ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്യാരണ്ടിയാണ്. അവർ നമുക്ക് വരുന്ന ഒരു ഓഫറാണെന്ന് പറയാം. പക്ഷേ അത് ഇൻഫോർമൽ എന്ന് പറയണ്ട, ഫോർമൽ തന്നെയാണ്. അത് പറഞ്ഞിട്ട് അഡ്വർടൈസ്മെൻറ്റിൽ അങ്ങനെ കൊടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ് കൺസ്യൂമർ കോർട്ടിൽ. എന്നാൽ വാറണ്ടി അങ്ങനെയല്ല, 2 വർഷത്തിനിടെ ഇതിൻ്റെ എൻജിൻ കംപ്ലയിൻ്റ് ചെയ്താൽ ഞങ്ങൾ നന്നാക്കി തരാം, അതാണ് വാറണ്ടി. ഓക്കെ, അതോടെ ഈ ഒരു യൂണിറ്റ് അവസാനിച്ചു. ഇനി നെക്സ്റ്റ് ഇൻ്റർനാഷണൽ പ്രൈസിങ്.